ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മൂന്നാമത്തെ പാർട്ട്, അതായത് യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ്റർഫേസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർവീസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യൂസർ ഇൻ്റർഫേസ് ആണ്. ഓക്കെ, സോ ദർ ആർ സെവറൽ വേസ് ഫോർ യൂസേഴ്സ് ടു ഇൻ്റർഫേസ് വിത്ത് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. The two fundamental approaches are command line interface and graphical user interface. The command line interface, that is the first one, allows the users to directly enter commands to be performed by the operating system. We can say it as a command interpreter. And the other approach allows the user to interface with the operating system via a graphical user interface or GUI. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് അപ്രോച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു മെയിനായിട്ട് വന്നത്? ഒന്ന് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്, മറ്റൊന്ന് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമാൻഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. കമാൻഡ് ഇൻ്റർപ്രറ്റർ, അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് അലോസ് ദ യൂസേഴ്സ് ടു ഡയറക്ട്ലി എൻ്റർ കമാൻഡ്സ് ടു ബി പെർഫോംഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? കമൻറ്റ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്, അല്ലെങ്കിൽ GUI ആണ്. അപ്പോൾ GUI വഴിയാണ് നമ്മൾ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഐക്കൺ അല്ലെങ്കിൽ സിമ്പിൾ പ്ലസ് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഓപ്പറേഷനും ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മൗസിൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ, ന്യൂ ഫയൽ ഏതാണോ അല്ലെങ്കിൽ ന്യൂ ഫോൾഡർ ആണോ എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ഈ ഒരു രീതിയിലൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഈസ് എ ടെക്സ്റ്റ് ബേസ്ഡ് ഇൻ്റർഫേസ്. Some OS include the command line interpreter in the kernel, and others such as Windows and Unix treat the command line interpreter as a special program. അപ്പോൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിനെ തന്നെയാണ് കമാൻഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ കമാൻഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് എന്താണ്? കേണൽ തന്നെയാണുള്ളത്. ഓക്കെ, ദെൻ അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വിൻഡോസ്, യുണിക്സ് പോലെയുള്ളത് എന്താ? ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൺ സിസ്റ്റംസ് വിത്ത് മൾട്ടിപ്പിൾ കമാൻഡ് ഇൻ്റർപ്രറ്റേഴ്സ് ടു ചൂസ് ഫ്രം, ദ ഇൻ്റർപ്രറ്റേഴ്സ് ആർ നോൺ ആസ് ഷെൽസ്. For example, on Unix and Linux systems, there are several different shells a user may choose from, including a Bourne shell, C shell, Born again shell and the Corn shell, etc. അപ്പം ഡിഫറെൻറ്റ് ഷെൽസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ നമുക്ക് യുണിക്സിലും ലിനക്സിലൊക്കെ ഡിഫറെൻറ്റ് ഷെൽസ് ഉണ്ട്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കമാൻഡ് ഇൻ്റർപ്രറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ കമാൻഡ് ഇൻ്റർപ്രറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം ഇൻ്റർപ്രറ്റേഴ്സിനെയാണ് നമ്മൾ ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിനക്സിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെൽസ് ആണ്. ഏതൊക്കെ? ബോൺ ഷെൽ, സി ഷെൽ, ബോൺ അഗെയിൻ ഷെൽ, കോൺ ഷെൽ എന്നിവ. ഓക്കെ, ബോൺ അഗെയിൻ ഷെൽ എന്ന് പറയുന്നതാണ് നമ്മൾ ബാഷ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഡിഫറെൻറ്റ് ഷെൽസ്, അതായത് മൾട്ടിപ്പിൾ കമാൻഡ് ഇൻ്റർപ്രറ്റേഴ്സ്. ഇത്തരം മൾട്ടിപ്പിൾ കമാൻഡ് ഇൻ്റർപ്രറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റർപ്രറ്റേഴ്സിനെയാണ് നമ്മൾ ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് ലിനക്സിൽ ഈ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ? ബോൺ ഷെൽ, സി ഷെൽ, ബോൺ അഗെയിൻ ഷെൽ, കോൺ ഷെൽ എന്നിവ. ഓക്കെ, മോസ്റ്റ് ഷെൽസ് പ്രൊവൈഡ് സിമിലർ ഫങ്ഷണാലിറ്റി വിത്ത് ഓൺലി മൈനർ ഡിഫറൻസസ്. അപ്പോൾ ഈ പറയുന്ന ഷെൽസിൻ്റെയൊക്കെ കേസിൽ കമാൻഡ്സിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം ഫങ്ഷണാലിറ്റീസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അതാണ് ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഇൻ്റർപ്രറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കമാൻഡ് ഇൻ്റർപ്രറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസിൽ വരുന്നതാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. CMD നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കമാൻഡ് പ്രോംപ്റ്റ്, അതാണ് നമുക്ക് വിൻഡോസിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ലിനക്സിലാണെങ്കിലോ നിങ്ങൾക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്തുകൊണ്ട്
Ctrl+Alt+T യൂസ് ചെയ്തുകൊണ്ട് ടെർമിനലിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾ ഉബുണ്ടുവിൽ അല്ലെങ്കിൽ ലിനക്സിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കമാൻഡ് ഇൻ്റർപ്രിറ്റർ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്, ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കമാൻഡ് ഇൻ്റർപ്രിറ്റേഴ്സിൽ അവിടെ അതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം കേസസിൽ അത് ഒരു ഫയൽ, ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള മെയിനായിട്ട് വരുന്ന ഓപ്പറേഷൻസ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഓപ്പറേഷൻസിൽ ചില കമാൻഡ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ചില കേസസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൽ മറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോഗ്രാംസാണ് അതിനെ ഇൻവോക്ക് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാണ് വേണ്ടതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം അതിൽ ഇൻബിൽറ്റ് ആയിരിക്കില്ല. പക്ഷെ അതിൽ വേറെ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അത് ഇതിനെ ഇൻവോക്ക് ചെയ്യും, മറ്റൊരു പ്രോഗ്രാമിനെ കോൾ ചെയ്യും. ആ പ്രോഗ്രാം എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഡിലീഷൻ ആണെങ്കിൽ ഡിലീഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വരുന്ന 2 ടൈപ്പാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസ്. This is a second strategy. A second strategy for interfacing with the operating system is through a user-friendly graphical user interface or GUI. It provides a mouse-based window and menu system as an interface, and it enables a person to communicate with a computer through the use of symbols, visual metaphors, and pointing devices. The user interface can vary from system to system and even from user to user within a system. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾസ് അല്ലെങ്കിൽ പോയിൻറ്റിങ് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ വിൻഡോസ് അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾസ് ഐക്കൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൗസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. മൗസിൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ്, ഒരു മെനു നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് ഏത് ഓപ്ഷനാണ് ചെയ്യേണ്ടത് അത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വൺ നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് സെലക്ട് ചെയ്യാം. നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അതിനെ റീനെയിം ചെയ്യാം. ഓക്കെ, കീബോർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫെസിലിറ്റി കൂടി അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു മൗസ് ക്ലിക്കിലൂടെ നമുക്കത് സാധിക്കും. അപ്പം അത് വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് ഇത് GUI എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് പോയിൻറ്റിങ് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കീബോർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓരോ സിസ്റ്റത്തിനും ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഓരോ യൂസറിനും അതിനനുസരിച്ചിട്ട് അതിൽ വാരി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് നമുക്കൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോരുത്തരുടെയും മൊബൈലിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം ഓരോരുത്തരുടെയും യൂസേഴ്സിനും ഓരോ ഇൻ്റർഫേസിൽ ആ ഒരു രീതിയിൽ ഡിഫറൻസ് നിങ്ങൾക്ക് വരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ മൊബൈലാണ് ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വിൻഡോസിൻ്റെ GUI, അതുപോലെ തന്നെ മാക്കിൻ്റെ GUI. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണ് ആണല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോന്നും ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു രീതിയിൽ ഒരു മൗസ് ക്ലിക്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോന്നും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് വരുന്നൊരു GUI എന്ന് പറയുന്നത് മെയിനായിട്ട് ആപ്പിളിൻ്റെ GUI, മാക് OSലാണ് ഫസ്റ്റായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഒരു യൂസർ ഇൻ്റർഫേസ് OS ഇൻ്റർഫേസിൽ പറയാനുള്ളത്. അപ്പം നമുക്കിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസാണ് ഏത്, യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് 2 ടൈപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്, കമാൻഡ് ലൈൻ ഇൻ്റർപ്രിറ്റർ, ദെൻ
GUI അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, താങ്ക് യു.